ഹാഫ് സെല്ലുകളുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ റെഫറൻസ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ ഉപയോഗിച്ചുകൊണ്ട് പല ഹാഫ് സെല്ലിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. ഇത്തരത്തിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഉള്ള ഹാഫ് സെല്ലുകളെ നമ്മളിവിടെ ഒരു ടേബിളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും റിഡക്ഷൻ സംഭവിക്കുന്ന രീതിയിലാണ് ഇവിടെ ഓരോ ഇക്വേഷൻസും കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു ടേബിളിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്ന ഓർഡറിലാണ് എലമെൻസിനെ അല്ലെങ്കിൽ മെറ്റൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സീരീസിനെയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഓക്സിഡൈസ്ഡ് ഫോം ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് റെഡ്യൂസ്ഡ് ഫോമായി മാറുന്നു. ഇങ്ങനെ മാറുമ്പോഴുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു റിഡക്ഷൻ റിയാക്ഷൻ ആയതുകൊണ്ട് ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമുക്ക് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് എന്നായിട്ട് കണക്കാക്കാം. ഇവിടെ ഹൈഡ്രജൻ ഇലക്ട്രോഡിനെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ E0 വാല്യൂ 0 എന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കുറേ എലമെൻസിൻ്റെ അല്ലെങ്കിൽ കുറേ മെറ്റൽസിൻ്റെ E0 വാല്യൂ പോസിറ്റീവാണ്, കുറേ എലമെൻസിൻ്റെ E0 വാല്യൂ നെഗറ്റീവാണ്. ഇങ്ങനെ E0 വാല്യൂ കുറഞ്ഞു വരുന്ന ക്രമത്തിൽ മെറ്റൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ സീരീസിനെയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഇനിയും ഒരുപാട് മെറ്റൽസിന് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. പക്ഷേ ഇത്രയേ ഈ ബോർഡിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുള്ളൂ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വലിയ ചാർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം E0 വാല്യൂ പോസിറ്റീവായി വരുന്ന എല്ലാ മെറ്റൽസും കാഥോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദേ ആർ ആക്ട് ആസ് ഗുഡ് ഓക്സിഡൈസിങ് ഏജൻസ്. എന്നാൽ E0 വാല്യൂ നെഗറ്റീവായി വരുന്ന ആൾക്കാരോ നമ്മൾ ആനോഡായിട്ടാണ് ഇവയെ സെല്ല് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. അതായത് ദേ ആർ ഗുഡ് റിഡ്യൂസിങ് ഏജൻസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സീരീസിലെ ഏറ്റവും ആദ്യത്തെ എലമെൻ്റ് ആയിട്ടുള്ള ഫ്ലൂറിൻ്റെ പ്രത്യേകത എന്താണ്? ഫ്ലൂറിൻ +2 ഇലക്ട്രോൺ ഗിവ്സ് 2F- എന്ന് പറയുന്ന റിഡക്ഷൻ റിയാക്ഷൻ്റെ E0 വാല്യൂ 2.87 ആണ്. ഇതാണ് ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇപ്പോൾ ഏറ്റവും കൂടിയ റിഡക്ഷൻ പൊട്ടൻഷ്യലുള്ള എലമെൻ്റാണ് ഫ്ലൂറിൻ. അതുകൊണ്ട് തന്നെ ഈ എലമെൻറ്റ് ഫ്ലൂറിൻ ഈസ് കൺസിഡേർഡ് ആസ് ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് നമുക്ക് ഫ്ലൂറിനെ കണക്കാക്കാം. അതുപോലെ ഏറ്റവും താഴെയുള്ള എലമെൻറ്റിനെ നോക്കൂ, ലിഥിയം. Li++1 ഇലക്ട്രോൺ ഗിവ്സ് ലിഥിയം സോളിഡ്. ഈ ഒരു റിഡക്ഷൻ റിയാക്ഷൻ്റെ E0 വാല്യൂ അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -3.05 ആണ്. അതായത് 0യിൽ നിന്നും ഒരുപാട് താഴെയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ലിഥിയമാണ് ഏറ്റവും നല്ല റെഡ്യൂസിങ് ഏജൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് മനസ്സിലാക്കിയാൽ എലമെൻറ്റ്സ് ഓക്സിഡേഷൻ ആണോ സംഭവിക്കുക, റിഡക്ഷൻ ആണോ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇത് മാത്രമല്ല, ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. E0 വാല്യൂസ് കുറഞ്ഞു വരുന്നതിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസിനെയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്നൊക്കെയാണെന്ന് നോക്കാം. If E0 value of an electrode is greater than 0, its reduced form is more stable compared to hydrogen gas. ഏതൊരു ഇലക്ട്രോഡിൻ്റെയും E0 വാല്യൂ 0-നേക്കാളും കൂടുതലാണെങ്കിൽ അതിൻ്റെ റെഡ്യൂസ്ഡ് ഫോമാണ് ഹൈഡ്രജനേക്കാളും മോർ സ്റ്റേബിൾ. അതായത് ഇത്തരത്തിൽ E0 വാല്യൂ പോസിറ്റീവായി വരുന്ന എല്ലാ ഇലക്ട്രോഡുകളും
കൂടുതലായും റിഡക്ഷനാണ് സാധ്യത കൂടുതൽ. ഇത്തരം ഇലക്ട്രോഡുകൾ റിഡക്ഷൻ ആണ് കൂടുതലായിട്ട് കാണിക്കുക. അപ്പോൾ റിഡക്ഷന് സാധ്യതയുള്ള ഇലക്ട്രോഡുകൾ നമ്മൾ സാധാരണയായിട്ട് കാഥോഡായിട്ടായിരിക്കും ഉപയോഗിക്കുക. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇഫ് E0 വാല്യൂ ഈസ് നെഗറ്റീവ് then hydrogen gas is more stable than the reduced form of species. E0 വാല്യൂ 0-നേക്കാളും കുറവാണെങ്കിലോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലോ അതിൻ്റെ അർത്ഥം അത് ഹൈഡ്രജനേക്കാളും കുറവാണ് അതിൻ്റെ റിഡ്യൂസ്ഡ് ഫോമിൻ്റെ സ്റ്റെബിലിറ്റി എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നെഗറ്റീവ് E0 വാല്യൂ വരുന്ന ഇലക്ട്രോഡുകളെല്ലാം ഓക്സിഡേഷൻ ആയിരിക്കും കൂടുതൽ കാണിക്കുക. അവ റിഡക്ഷൻ കാണിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെ അർത്ഥം. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് E0 വാല്യൂ ഉള്ള ഇലക്ട്രോഡുകളെ നമ്മൾ സാധാരണയായിട്ട് ആനോഡായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. മറ്റൊരു ഇൻഫർമേഷൻ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിന്നും കിട്ടുന്നത് ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റിനെ പറ്റിയും ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റിനെ പറ്റിയിട്ടുമാണ്. ഈ ഒരു സീരീസിൽ ഫ്ലൂറിൻ ഹാസ് ദ മാക്സിമം ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ്ഡ് ടു ഫോം F- അയോൺസ്. F2-ന് F- അയോൺസ് ആയിട്ട് മാറാനുള്ള അല്ലെങ്കിൽ റിഡക്ഷൻ സംഭവിക്കാനുള്ള ടെൻഡൻസി മാക്സിമം ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു ഗുഡ് അല്ലെങ്കിൽ ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ അതിനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം, ഫ്ലൂറൈഡ് അയോൺ ഇസ് ദ വീക്കസ്റ്റ് റിഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഓർക്കണം, ഏറ്റവും നല്ല സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് കണക്കാക്കുന്നത് ഫ്ലൂറിൻ ഗ്യാസ് ആണ്. അതിന് കാരണം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഏറ്റവും ഹയർ വാല്യൂ ആണ്. മറ്റൊരു ഇൻഫർമേഷൻ ലിഥിയത്തിനെ സംബന്ധിച്ചിട്ടാണ്. ലിഥിയം ഹാസ് ലോവസ്റ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, therefore lithium ion is the weakest oxidizing agent and lithium metal is the powerful reducing agent in the aqueous solution. ലിഥിയം മെറ്റലിനാണ് ഏറ്റവും കുറവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടിയ നെഗറ്റീവ് വാല്യൂ ഉള്ളത്. അതുകൊണ്ട് തന്നെ ലിഥിയം മെറ്റൽ ഒരു ഗുഡ് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു റിഡ്യൂസിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ E0 വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടി. അപ്പോൾ E0 വാല്യൂവിനെ കുറഞ്ഞു വരുന്നതിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസിനെയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നമ്മൾക്ക് അറിയുക വഴി ഇത്തരത്തിലൊരു സെല്ല് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം, ഒരു സെല്ല് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ഏത് ഇലക്ട്രോഡിനെ ആനോഡായിട്ടും കാഥോഡായിട്ടും എടുക്കാം, ഒരു റിയാക്ഷൻ പോസിബിളായിട്ട് നടക്കുമോ, സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുമോ, എത്രയാണ് ഈ റിയാക്ഷൻ്റെ ഫീസിബിലിറ്റി, ഈ വക കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ല് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം, അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ മെഷർ ചെയ്യാം, ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിച്ചു തീർന്നത്. ഇലക്ട്രോ കെമിക്കൽ സീരീസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇലക്ട്രോ കെമിക്കൽ സീരീസിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഫിസിക്സിലും കെമിസ്ട്രിയിലും എല്ലാം ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു സീരീസാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞിരുന്നു? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് കുറഞ്ഞു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മെറ്റൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസിനെയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ അപ്ലിക്കേഷൻസ് എന്നൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്കൊരു സെല്ലങ്ങ് കൺസ്ട്രക്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ 2 ഇലക്ട്രോഡുകളാണ് എടുക്കുന്നത്, ലെഡും സിൽവറും. ലെഡ് Pb എന്ന ലെഡിനെയും അതോടൊപ്പം തന്നെ സിൽവർ Ag ഇലക്ട്രോഡും നമ്മൾ ഒരു സെല്ല് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എടുക്കുന്നു. ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിന്നും നമുക്കറിയാവുന്ന കാര്യങ്ങളെ നമുക്ക് ആദ്യം ഒന്ന് നോട്ട് ചെയ്യാം. നമുക്കറിയാം Pb2+ plus 2 electron gives Pb. ലെഡിൻ്റെ E0 വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? E0 is equal to -0.13 വോൾട്ട് ആണ്. എന്നാൽ സിൽവറും കൺസിഡർ ചെയ്താലോ, Ag plus
plus 1 electron gives Ag solid. Ag plus അയോണുകൾ Ag ആയി മാറുന്ന റിഡക്ഷൻ റിയാക്ഷൻ്റെ E0 വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് 0.80 വോൾട്ടാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ലെഡിന് നെഗറ്റീവ് വാല്യൂ ആണ് E0 വാല്യൂ, എന്നാൽ സിൽവറിന് E0 വാല്യൂ പോസിറ്റീവ് ആണ്. E0 വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ സിൽവർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു. എന്നാൽ ലെഡ് ആനോഡായിട്ടും ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നമുക്ക് എഴുതാം PB സോളിഡ് ബാർ PB2 പ്ലസ് അക്വസ് ഡബിൾ ബാർ, അതായത് സോൾട്ട് ബ്രിഡ്ജ്, Ag പ്ലസ് അക്വസ് ബാർ Ag സോളിഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത്തരത്തിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ E0 സെൽ അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നോക്കൂ. E0 സെൽ ഈസ് ഈക്വൽ ടു, നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. E0 സെൽ ഈസ് ഈക്വൽ ടു E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ്. റൈറ്റ് ഏതാണ്? റൈറ്റ് കാഥോഡാണ് അല്ലേ? ഏതാണ് നമ്മുടെ കാഥോഡ്? സിൽവർ. സോ E0 Ag പ്ലസ് ബാർ Ag മൈനസ് E0 ലെഫ്റ്റ് എന്ന് പറയുന്നത് ലെഡാണ്. PB2 പ്ലസ് ബാർ PB. നമുക്കറിയാവുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.80 വോൾട്ട് മൈനസ് ഓഫ് 0.13 വോൾട്ട്. 0.80 പ്ലസ് 0.13 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.93 വോൾട്ട് എന്ന് കിട്ടുന്നു. അതായത് സിൽവറും ലെഡും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.93 വോൾട്ട് ആയിരിക്കും. ഇത്തരത്തിൽ ഒരു സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുമോ? കൺസ്ട്രക്ട് ചെയ്താൽ അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും എന്നെല്ലാം അറിയാനായിട്ട് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ 2 ഇലക്ട്രോഡുകൾ നമ്മൾ എടുത്താൽ ഏത് ഇലക്ട്രോഡാണ് കാഥോഡായിട്ട് പ്രവർത്തിക്കേണ്ടത്, ഏത് ഇലക്ട്രോഡാണ് ആനോഡായിട്ട് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ തരാനായിട്ട് ഈ സ്റ്റാൻഡേർഡ് E0 വാല്യൂവിന് സാധിക്കും. ഇത്രയും ഉള്ളത് എന്താണ്? ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ അപ്ലിക്കേഷനായിട്ട് നമുക്ക് കണക്കാക്കാം. ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ അപ്ലിക്കേഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു അപ്ലിക്കേഷൻ നോക്കിയാലോ? അതിനായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതലേ പഠിച്ചു വരുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം. കെമിക്കൽ റിയാക്ഷൻ ഇതാണ്. വെൻ വി ആർ ഡിപ്പിംഗ് എ പീസ് ഓഫ് സിങ്ക് ടു ഹൈഡ്രോക്ലോറിക് ആസിഡ്, വാട്ട് വിൽ യു ഒബ്സർവ്? ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള റിയാക്ഷനാണ് അല്ലേ? അതായത് ഒരു കഷ്ണം സിങ്ക് എടുത്ത് പ്രോട്ടോണിക് ആസിഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഡിപ്പ് ചെയ്യുന്നു. എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക? എന്താണ് കാണാൻ സാധിക്കുക? ആദ്യമായിട്ട് നമുക്കതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. സിങ്ക് സോളിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ലിക്വിഡ് ഫോമിലാണ് ഗീവ്സ്. ഇവ തമ്മിൽ റിയാക്ട് ചെയ്താൽ നമുക്കറിയാം സിങ്ക് ക്ലോറൈഡ് അക്വസ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നു. ഈ ഒരു ഇക്വേഷനെ നമ്മൾ ബാലൻസ് ചെയ്താൽ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. സിങ്ക് പ്ലസ് 2HCl ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് H2. ഈ ഒരു റിയാക്ഷൻ നമ്മൾ ലാബുകളിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുക? ഒരു കഷ്ണം സിങ്ക് എടുത്ത് പ്രോട്ടോണിക് ആസിഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഹൈഡ്രജൻ ഗ്യാസ് അതിൽ നിന്നും ഇവോൾവ് ചെയ്തു വരുന്നത് അല്ലേ? എന്താണ് അതിന് കാരണം? എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതെ, ഇതിന് നമ്മളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും ഒക്കെ ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? നോക്കാം, ഇത്തരമൊരു റിയാക്ഷനെ ഇലക്ട്രോ കെമിക്കൽ സീരീസുമായി ബന്ധപ്പെടുത്തി എങ്ങനെ കൺസിഡർ ചെയ്യാം, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നൊന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് സിങ്കും അതുപോലെ തന്നെ H+ അയോണുകളെയും കൺസിഡർ ചെയ്യാം. സിങ്കിനെ പറ്റി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം?
ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള പോലെ തന്നെ നമുക്ക് എഴുതാം സിങ്ക് 2++2 ഇലക്ട്രോൺ ഗീവ്സ് സിങ്ക്. അതായത് സിങ്ക് അയോൺസിൻ്റെ റിഡക്ഷൻ നടന്ന് സിങ്ക് ആയി മാറുന്നു. ഈ ഒരു റിയാക്ഷൻ്റെ ഈ ഒരു റിഡക്ഷൻ്റെ E0 വാല്യൂ എന്ന് പറയുന്നത് -0.76 വോൾട്ടാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അടുത്ത അയോണായിട്ടുള്ള H+ അയോൺസ് ഇലക്ട്രോണുകളെ സ്വീകരിച്ച് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറുന്നു. ഇതും ഒരു റിഡക്ഷൻ റിയാക്ഷനാണ്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.00 വോൾട്ട്, അതായത് 0 വോൾട്ട് ആണെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും സിങ്ക് 2+ അയോണുകൾ സിങ്ക് ആയി മാറുന്ന റിഡക്ഷൻ റിയാക്ഷൻ്റെ E0 വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. എന്നാൽ H+ അയോണുകൾ ഹൈഡ്രജൻ ഗ്യാസ് ആയി മാറുന്ന റിഡക്ഷൻ റിയാക്ഷൻ്റെ E0 വാല്യൂ 0 ആണ്. ഇതെന്ത് മനസ്സിലാവും? സിങ്കിൻ്റെ E0 വാല്യൂ ഹൈഡ്രജൻ്റെ E0 വാല്യൂവിനേക്കാളും കുറവാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. E0 വാല്യൂ കുറവുള്ള ആൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിലെ ഏത് ഇലക്ട്രോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? നമുക്കറിയാം ആനോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും? ഓക്സിഡേഷൻ ആയിരിക്കും. അപ്പോൾ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? സിങ്ക് ചേഞ്ചസ് ടു Zn2++2 ഇലക്ട്രോൺ. സിങ്ക് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് സിങ്ക് 2+ അയോണുകളായി സൊല്യൂഷനിലേക്ക് പോകുന്നു. സൊല്യൂഷനിൽ H+ അയോണുകളുണ്ട് അല്ലേ? അപ്പോൾ സിങ്ക് 2+ അയോണുകൾ സൊല്യൂഷനിലെ ക്ലോറൈഡ് അയോണുകളുമായിട്ട് ചേർന്ന് സിങ്ക് ക്ലോറൈഡായിട്ട് മാറുന്നു. എന്നാൽ ഈ വിട്ടുകൊടുക്കപ്പെട്ട ഇലക്ട്രോണുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഹൈഡ്രജൻ അയോണുകൾ ഈ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറുന്നു. ഇതിൻ്റെ ഫലമായി നമുക്ക് കാണാൻ കഴിയും ഹൈഡ്രജൻ ഗ്യാസ് ഈ ഒരു റിയാക്ഷൻ മിക്സ്ചറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ കണ്ടോ, ഈ ഒരു റിയാക്ഷനെ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക? ഒരു മെറ്റൽ H+ അയോൺസ് ഉള്ള ഒരു ആസിഡിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മെറ്റലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണെങ്കിൽ അത് HCl അല്ലെങ്കിൽ ഏത് പ്രോട്ടോണിക് ആസിഡ് ആണെങ്കിലും അതിൽ നിന്നും ഹൈഡ്രജൻ ഗ്യാസിനെ ഇവോൾവ് ചെയ്യുമെന്ന് കാണാനായിട്ട് നമുക്ക് സാധിച്ചു. ഓക്കെ, ഇനി ഈ സിങ്കിന് പകരം സിൽവർ ആണ് എടുക്കുന്നതെന്ന് ഓർത്ത് നോക്കൂ. സിങ്കിന് പകരം നമ്മൾ ഒരു കഷ്ണം സിൽവർ എടുത്ത് HCl ആസിഡിൽ ഡിപ്പ് ചെയ്യുകയാണ്. എന്തായിരിക്കും സംഭവിക്കുക? സിൽവർ സോളിഡ് അണ്ടർഗോ റിയാക്ഷൻ വിത്ത് HCl ലിക്വിഡ്. പ്രൊഡക്റ്റ് എന്തായിരിക്കും ഒന്ന് പറയാമോ? ദർ ഈസ് നോ റിയാക്ഷൻ ടേക്സ് പ്ലേസ് when silver is added to hydrochloric acid. സിൽവറിനെ ഈ പ്രോട്ടോണിക് ആസിഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ആഡ് ചെയ്താൽ ഒരു റിയാക്ഷനും സംഭവിക്കുന്നില്ല. എന്തായിരിക്കാം അതിന് കാരണം? അതിനും നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ റിഡക്ഷൻ റിയാക്ഷൻസ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. Ag++1 ഇലക്ട്രോൺ ഗീവ്സ് Ag എന്ന റിഡക്ഷൻ റിയാക്ഷൻ്റെ E0 വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0.80 വോൾട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ആസിഡിൽ H+ അയോണുകളുണ്ട്. H++1 ഇലക്ട്രോൺ ഗീവ്സ് half H2. യെസ്, E0 വാല്യൂ എന്ന് പറയുന്നത് 0 വോൾട്ടാണ്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. സിൽവറിൻ്റെ E0 വാല്യൂ പോസിറ്റീവ് 0.80 വോൾട്ടാണ്. എന്നാൽ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നതിൻ്റെ E0 വാല്യൂ 0 വോൾട്ടാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? രണ്ടും നെയിം E0 വാല്യൂ പോസിറ്റീവാണ് അല്ലേ? സിൽവറിൻ്റെ E0 വാല്യൂ ഹൈഡ്രജൻ്റെ E0 വാല്യൂവിനേക്കാൾ കൂടുതലാണ് എന്ന് നമുക്ക് പറയാം.
കൂടുതലാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? സിൽവർ റിഡക്ഷൻ നടക്കും, ഹൈഡ്രജൻ ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസിന് ഇവോൾവ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നോ റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഒരു മെറ്റൽ ഏതെങ്കിലും ഒരു പ്രോട്ടോണിക് ആസിഡിൽ ഡിപ്പ് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസിനെ ഇവോൾവ് ചെയ്യുമോ ഇല്ലയോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളെ ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് അതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ ഡിപ്പ് ചെയ്യുന്ന മെറ്റലിൻ്റെ E0 വാല്യൂവും പ്രോട്ടോണിക് ആസിഡിൽ പ്രസൻ്റ് ആയിട്ടുള്ള H+ അയോൺ ഹൈഡ്രജനായി മാറുന്ന E0 വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെറ്റലിൻ്റെ E0 വാല്യൂ ഹൈഡ്രജൻ ഗ്യാസിൻ്റെ E0 വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ അത്തരം മെറ്റൽസ് ഒരു പ്രോട്ടോണിക് ആസിഡിൽ നിന്നും ഹൈഡ്രജൻ ഗ്യാസിനെ ഇവോൾവ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. എന്നാൽ മെറ്റലിൻ്റെ E0 വാല്യൂ ഹൈഡ്രജൻ ഗ്യാസിൻ്റെ E0 വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ അത്തരം കേസുകളിൽ ഈ മെറ്റൽ ഹൈഡ്രജൻ ഗ്യാസിനെ അതിൻ്റെ പ്രോട്ടോണിക് ആസിഡ് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യില്ല എന്നും മനസ്സിലാക്കാം. ഇത്തരം ഇൻഫർമേഷൻസ് കിട്ടാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രോ കെമിക്കൽ സീരീസാണ്. ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് പഠിച്ചുവല്ലോ. ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ അടുത്ത ആപ്ലിക്കേഷനെ പറ്റിയിട്ടൊന്ന് ചിന്തിച്ചാലോ? അതിന് വേണ്ടിയിട്ട് അറിയാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. കെമിക്കൽ റിയാക്ഷൻ ഇതാണ്. വാട്ട് ഹാപ്പൻസ് വെൻ an iron nail is dipped in copper sulfate solution? നമ്മൾ പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ. ഒരു അയൺ നെയിൽ എടുത്ത് നല്ല ബ്ലൂ കളറുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഇട്ട് വെച്ചാൽ എന്താണ് സംഭവിക്കുക? എന്തായിരിക്കും അതിൻ്റെ ഒബ്സർവേഷൻ? എന്താണ് അതിൻ്റെ ഒബ്സർവേഷൻ? അയൺ നെയിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇട്ട് വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അയൺ നെയിലിന് ചെറിയ ബ്രൗൺ കളർ കൂടി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് അയൺ നെയിലിന് ഓക്സിഡേഷൻ സംഭവിച്ചു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ നല്ല ബ്ലൂ കളറ് കുറേശ്ശെ കുറഞ്ഞ് അത് ഫെയ്ഡായി വരുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു റിയാക്ഷനെ നമ്മൾ എങ്ങനെയാണ് കെമിക്കൽ ഇക്വേഷൻ വഴി റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് നോക്കാം. അയൺ സോളിഡ് അണ്ടർഗോ റിയാക്ഷൻ വിത്ത് CuSO4 aqueous gives FeSO4 aqueous plus Cu solid. ഇതിനെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അയൺ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അയൺ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസിനെ നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള കോപ്പറിൻ്റെയും അതുപോലെ തന്നെ അയണിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ഒന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ് Cu2 plus 2 ഇലക്ട്രോൺ ഗിവ്സ് Cu സോളിഡ് എന്ന റിഡക്ഷൻ റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 എന്ന് പറയുന്നത് +0.34 വോൾട്ട് ആണ്. അതുപോലെ തന്നെ Fe2 plus 2 ഇലക്ട്രോൺ ഗിവ്സ് Fe സോളിഡ്. Fe2+ അയോണുകൾ അയണായിട്ട് മാറുന്ന റിഡക്ഷൻ റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് E0 വാല്യൂ അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -0.44 വോൾട്ട് ആണ്. ഇത് E0 വാല്യൂ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും അല്ലേ? E0 വാല്യൂ പോസിറ്റീവ് ആയിട്ടുള്ള കോപ്പർ എന്ത് റിയാക്ഷൻ ആയിരിക്കും നടക്കുക? അത് റിഡക്ഷൻ റിയാക്ഷൻ കാണിക്കുന്നു. എന്നാൽ അയേണോ E0 വാല്യൂ നെഗറ്റീവ് ആയിട്ടുള്ള അയേൺ ഓക്സിഡേഷൻ റിയാക്ഷനും കാണിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം അയേൺ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് Fe2+ ആയി മാറുന്നു. റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. എന്നാൽ Cu2+ അയോണുകൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലെ Cu2+ അയോണുകൾ ഈ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് കോപ്പർ ആയിട്ട് മാറുന്നു. ഈ റിയാക്ഷൻ എന്താണ്? റിഡക്ഷൻ ആണ്.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ആ ഇക്വേഷനിൽ പഠിച്ച കാര്യങ്ങൾ ശരിയല്ലേ? അയൺ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ അയണിന് ഓക്സിഡേഷൻ സംഭവിക്കുകയും കോപ്പറിന് റിഡക്ഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളറ് ഫെയ്ഡായി വരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ അയേണിന് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ടും സാധിക്കുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉപയോഗിച്ചും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മെറ്റലിന് മറ്റൊരു മെറ്റലിൻ്റെ അയോണിക് സൊല്യൂഷനിൽ നിന്ന് ആ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നർത്ഥം. ഇവിടെ അയേണിന് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. എന്താണ് അതിന് കാരണം? അതിന് കാരണം കോപ്പറിൻ്റെ E0 വാല്യൂ പോസിറ്റീവും അയേണിൻ്റെ E0 വാല്യൂ നെഗറ്റീവുമാണ്. അതുകൊണ്ട് തന്നെ അയേണിന് ഓക്സിഡേഷൻ സംഭവിക്കുകയും കോപ്പറിന് റിഡക്ഷൻ സംഭവിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. എന്നാൽ ഒരു എക്സാമ്പിൾ കൊടുന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. സിങ്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? സിങ്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ കെമിക്കൽ റിയാക്ഷൻ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും സിങ്ക് അണ്ടർഗോ റിയാക്ഷൻ വിത്ത് കോപ്പർ സൾഫേറ്റ് ടു ഫോം സിങ്ക് സൾഫേറ്റ് ആൻഡ് ഓൾസോ കോപ്പർ. എൻ്റെ അർത്ഥം സിങ്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്താൽ സിങ്ക് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇതെങ്ങനെയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക? ഇവിടെയും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. കോപ്പറിൻ്റേതൊന്ന് ആലോചിച്ച് നോക്കൂ. Cu2+ +2 ഇലക്ട്രോൺ ഗീവ്സ് Cu സോളിഡ്. E0 എന്ന് പറയുന്നത് നമുക്കറിയാം +0.34 വോൾട്ടാണ്. സിങ്കിൻ്റെ കാര്യത്തിലാണെങ്കിലോ Zinc2+ +2 ഇലക്ട്രോൺ ഗീവ്സ് സിങ്ക് സോളിഡ്. E0 വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? -0.76 വോൾട്ടാണ്. ഇവിടെ കാണാം കോപ്പറിൻ്റെ E0 വാല്യൂ പോസിറ്റീവും സിങ്കിൻ്റെ E0 വാല്യൂ നെഗറ്റീവുമാണ്. E0 വാല്യൂ നെഗറ്റീവ് ആയിട്ടുള്ള സിങ്ക് എന്തായിരിക്കും സംഭവിക്കുക? സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അതായത് സിങ്ക് 2+ അയോണുകളായിട്ട് മാറുന്നു. 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് സിങ്ക് 2+ അയോണുകളായിട്ട് മാറുന്നു. സോ ഇറ്റ് ഈസ് ഓക്സിഡേഷൻ. കോപ്പറോ, കോപ്പർ സൾഫേറ്റിലെ കോപ്പർ 2+ അയോണുകൾ ഈ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് കോപ്പറായിട്ട് മാറുന്നു. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ റിഡക്ഷൻ. ഇവിടെ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, കോപ്പറിന് റിഡക്ഷൻ സംഭവിക്കുന്നു. Cu2+ അയോണുകൾക്ക് റിഡക്ഷൻ സംഭവിക്കുന്നത് മൂലം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളറ് ഫെയ്ഡായി വരുന്നു. അതായത് അതിനർത്ഥം സിങ്കിന് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ ഒരു മെറ്റലിന് അതിൻ്റെ അയോണിക് സൊല്യൂഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മെറ്റലിന് മറ്റൊരു മെറ്റലിൻ്റെ അയോണിക് സൊല്യൂഷനിൽ നിന്ന് ആ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടോ ഇല്ലയോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പം എത്ര പ്രധാനപ്പെട്ടതാണ് ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസ് അല്ലേ? വെറും ഒരു സീരീസ് അല്ല, അതിനൊരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ പല ആപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? നമ്മൾ പഠിച്ച ആപ്ലിക്കേഷൻസിനൊക്കെ നമുക്കൊന്ന് ചാർട്ട് ചെയ്ത് നോക്കിയാലോ? നോക്കാം. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്? ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത്, to determine values of standard electrode potential for some selected half-cell reduction reactions. അതായത് ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ഇൻഫർമേഷനാണ് ആദ്യം കിട്ടുന്നത്? ചില ഹാഫ് സെൽ റിയാക്ഷനുകളുടെ അല്ലെങ്കിൽ ചില ഹാഫ് സെൽ റിഡക്ഷൻ റിയാക്ഷനുകളുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ആദ്യത്തെ ഒരു ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിറ്റർമിൻ ദ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡുകൾ കാഥോഡും ആനോഡുമായി ചൂസ് ചെയ്ത് ഒരു സെല്ല് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ആ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമ്മളെ സഹായിക്കുന്നു.
സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്കറിയാം E0 സെല്ലാണ്. E0 സെൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? E0 സെൽ ഈസ് ഈക്വൽ ടു E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ്, അല്ലെങ്കിൽ നമുക്കത് പറയാം E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ നോക്കാം. ടു ഡിറ്റർമിൻ വെദർ എ മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഗ്യാസ് ഫ്രം പ്രോട്ടോണിക് ആസിഡ്. ഒരു മെറ്റൽ പ്രോട്ടോണിക് ആസിഡിലേക്ക് ആഡ് ചെയ്യപ്പെട്ടാൽ, അതായത് പ്രോട്ടോൺ ഉള്ള ആസിഡ് HCl, H2SO4 പോലെയുള്ളവയാണ് പ്രോട്ടോണിക് ആസിഡ്. ഏതെങ്കിലും ഒരു മെറ്റൽ പ്രോട്ടോണിക് ആസിഡിലേക്ക് ആഡ് ചെയ്യപ്പെട്ടാൽ ഹൈഡ്രജൻ ഗ്യാസിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസിനെ ഇവോൾവ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ടും ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമ്മളെ സഹായിക്കുന്നു. നാലാമത്തെ ആപ്ലിക്കേഷൻ നോക്കൂ. ടു ഐഡൻറ്റിഫൈ ദ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആസ് വെൽ ആസ് റെഡ്യൂസിങ് ഏജൻറ്റ്. നമുക്കറിയാവുന്ന മെറ്റലുകളിലെ ഏറ്റവും ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ്, ഏറ്റവും ബെസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയാണിത് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസിനെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്ന ക്രമത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതല്ലേ? അതിൽ സ്റ്റാൻഡേർഡായിട്ട് ഹൈഡ്രജനെ നമ്മൾ കണക്കാക്കുന്നു. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആണ്. ഹൈഡ്രജന് മുകളിലുള്ള എല്ലാ എലമെൻസും നമുക്ക് എന്ത് പറയാം? ഹൈഡ്രജന് മുകളിൽ എഴുതിയിട്ടുള്ള എല്ലാ മെറ്റൽസിനെയും നമുക്ക് ഗുഡ് ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ട് പറയാം. അതുപോലെ ഹൈഡ്രജന് താഴെ വരുന്നത്, അതായത് 0-നേക്കാളും താഴെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ E0 വാല്യൂ വരുന്ന മെറ്റൽസ് എല്ലാം ഗുഡ് റെഡ്യൂസിങ് ഏജൻസ് ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ്, സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണ് എന്നുള്ള ഇൻഫർമേഷനും കിട്ടുന്നു. അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫോർ ദ സെലക്ഷൻ ഓഫ് കാഥോഡ് ആൻഡ് ആനോഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എൻ ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ കെമിക്കൽ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ അതിലുള്ള കാഥോഡും ആനോഡും ഏതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ E0 വാല്യൂ പോസിറ്റീവ് വരികയാണെങ്കിൽ അവയിൽ നടക്കുന്ന റിയാക്ഷൻ ഏതായിരിക്കും? റിഡക്ഷൻ ആയിരിക്കും. റിഡക്ഷൻ ആയതുകൊണ്ട് തന്നെ അവ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു. എന്നാൽ E0 വാല്യൂ നെഗറ്റീവ് വരികയാണെങ്കിൽ അവ ഓക്സിഡേഷൻ ആയിരിക്കും കൂടുതലായിട്ട് കാണിക്കുക. അതുകൊണ്ട് തന്നെ അത്തരം ഇലക്ട്രോഡുകളെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നു? ആനോഡായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് തരുന്ന ഒരു സീരീസാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പം എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ? മറന്നു പോകരുത്, നോർത്തെടുക്കണം. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ? ദ സെൽസ് വിച്ച് ആർ കൺവേർട്ടിംഗ് ദ കെമിക്കൽ എനർജി ഓഫ് എ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. സ്പോണ്ടേനിയസ് ആയി നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ, ആ കെമിക്കൽ റിയാക്ഷൻ എന്താണ്? ഒരു റിഡോക്സ് റിയാക്ഷനാണ്. ആ ഒരു കെമിക്കൽ എനർജീനെ എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലുകളെയാണ് എന്ത് പഠിച്ചത്? ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്ന് പഠിച്ചത്. ഇലക്ട്രോ കെമിക്കൽ സെൽസിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പലതരം ബാറ്ററികളെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ഇത് കൂടാതെ വേറെ എന്തൊക്കെ യൂസസ് ആണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾക്കുള്ളത് എന്നൊന്ന് നോക്കാം. പ്രധാനമായിട്ടും 5 യൂസസ് നമ്മളിവിടെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ടു ഡിറ്റർമിൻ ദ pH ഓഫ് എ സൊല്യൂഷൻസ്. 2-ലധികമോ സൊല്യൂഷൻസ് എടുത്തിട്ട് അവരുടെ pHകൾ കമ്പയർ ചെയ്യാൻ, pH കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. പലതരം ലാബുകളിൽ pH, ഒരു സൊല്യൂഷൻ്റെ pH മറ്റൊരു സൊല്യൂഷൻ്റെ pHുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ ഉപയോഗിക്കാം. രണ്ടാമത്തേത് ടു ഡിറ്റർമിൻ ദ സോലിബിലിറ്റി പ്രൊഡക്റ്റ്. സോലിബിലിറ്റി പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽസ് നമുക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ടു ഡിറ്റർമിൻ ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഒരു റിഡോക്സ് റിയാക്ഷൻ നടക്കുമ്പോഴുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ K ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെൽസ് സാധാരണയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ ടു ഡിറ്റർമിൻ ദ അതർ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ലൈക്ക് ഫ്രീ എനർജി, എൻട്രോപ്പി, എൻതാൽപ്പി പോലെയുള്ള മറ്റ് തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനായിട്ടും ഇലക്ട്രോ കെമിക്കൽ സെൽസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും.
അതുകൂടാതെ ഫോർ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻസ്, നമ്മൾ ലാബുകളിൽ ടൈട്രേഷൻസ് ചെയ്യുമ്പോൾ അതിലൊരു പ്രത്യേക വിഭാഗമാണ് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻസ്. ഇത് ചെയ്യാനായിട്ടും ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ ഉപയോഗിച്ചു വരുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. ഇതൊക്കെയാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസിൻ്റെ പ്രധാനമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂസസ്.